لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു. ഒരാഴ്ച നാം സാധാരണ ജീവിതത്തിലാണ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നാം ശീലിച്ചതും നേടിയെടുത്തതും ആയ കാര്യങ്ങൾ, അതിൻ്റെ നന്മകൾ, അതിൻ്റെ പുണ്യം എന്നെന്നും നിലനിർത്തുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റമദാൻ മാസത്തിൽ നേടിയെടുത്ത നന്മകൾ എത്രയുണ്ടായിരുന്നു എന്നും അത് എന്തെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും അതിൻ്റെ ലാഭനഷ്ടം ഒന്ന് കണക്ക് നോക്കുന്നത് നല്ലതാണ്. റമദാൻ മാസത്തിൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തി നമസ്കാരത്തിനും നോമ്പിനും രാത്രി നമസ്കാരങ്ങൾക്കും ഖുർആൻ പാരായണത്തിനും ദിക്റുകൾക്കും ദുആകൾക്കും സ്വലാത്തിനും അങ്ങനെ ദാനധർമ്മങ്ങൾക്കും മറ്റുമെല്ലാം കൂടുതലായി നാം ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ അംശങ്ങൾ ഒന്നും അവശേഷിക്കാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതിൻ്റെ നന്മകൾ നമ്മിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നന്മകൾ നമുക്കേറെ ഉപകാരപ്പെടുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ സുവർണ അവസരം ഉപയോഗപ്പെടുത്താതെ പോയവർ അവർ വലിയ നഷ്ടക്കാരുമാണ് എന്ന് നാം ഓർക്കണം. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രണ്ട് ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ടാമത്തെ ഹദീസ്, റമദാനിൻ്റെ രാത്രിയിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ പാപം പൊറുക്കപ്പെടാനുള്ള വഴികളായിട്ടാണ് റമദാൻ നോമ്പിനെയും റമദാനിലെ രാത്രി നമസ്കാരത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. മാത്രവുമല്ല, റമദാനിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്താനും ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യാനും പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാം പറയുന്നത് ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. ദാനധർമ്മം നാം ചെയ്യുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം മറ്റുള്ളവർക്ക് കൂടി നൽകണം എന്ന വിശാലമായ മനസ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന ഒരു പെരുമാറ്റമാണ്.
ഇതൊക്കെ തന്നെ നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് തഖ്വയുണ്ട് എന്ന് പറയാം. നോമ്പ് നിർബന്ധമാക്കിയതിനെക്കുറിച്ച് പലതവണ ഇതേ മിമ്പറിൽ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചു ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാനാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂറത്തുൽ മാഇദ 27-ാമത്തെ ആയത്താണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹ്, അല്ലാഹു തആല തീർച്ചയായും സ്വീകരിക്കുക മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണെന്ന. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയിൽ ചെയ്തു പോരുന്ന ആളുകൾ, ആ ആളുകളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച ഒരു കാര്യം, അൽ ഇസ്തിംറാറു അല ത്വാഅ ബഅദ റമളാൻ, റമളാനിന് ശേഷം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിനെ തുടരുക, ഇസ്തിംറാർ, അത് നിരന്തരമായി നിലനിർത്തുക എന്നത് കഴിഞ്ഞ റമളാനിൻ്റെ ഗുണമായി നമ്മിൽ ഉണ്ടാവേണ്ട കാര്യമാണ് എന്നാണ്. ഈ നിരന്തരമായ ഒരു ജീവിത രീതി നമ്മിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും എന്ന് മനസ്സിലാക്കുക. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ, സൂറത്തുൻ നൂർ 52-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നത്, വമൻ യുതിഇല്ലാഹ്, ആര് അള്ളാഹുവിനെ അനുസരിക്കുകയും വറസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്യുന്നുവോ, വയഖ്ശല്ലാഹ് വയത്തഖിഹ്, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാകുന്നു ഫായിസീങ്ങൾ, വിജയം വരിച്ച ആളുകൾ. അപ്പോൾ വിജയം വരിക്കാനുള്ള മാർഗമായി ഇവിടെ പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീറ, സൂറത്ത് ഹൂദ് 112. അള്ളാഹു പറയാണ്, ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം നീ ചൊവ്വായ നിലക്ക് കൃത്യമായ വേണ്ട വിധത്തിൽ ജീവിക്കുക. വമൻ താബ മഅക, നിന്നോടൊപ്പം തൗബ ചെയ്ത ആളുകൾക്കും, ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു വന്ന അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത എത്ര ആളുകൾക്കും അവരും ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്തഖിം എന്നതാണ്, ചൊവ്വായ ജീവിതം, നന്മയിലുള്ള ജീവിതം. വലാ തത്ഗൗ, നിങ്ങൾ പരിധി വിട്ടു പോവരുത് എന്നാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പരിധി വിട്ടു പോവരുത്. കാരണം ഇന്നഹു ബിമാ തഅമലൂന ബസീറ, അള്ളാഹു തആല തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന്. അപ്പോൾ നന്മയിൽ ജീവിക്കുക, നന്മ പുലർത്തുക, അത് ശീലമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നല്ല കാര്യങ്ങൾ കുറച്ചായാലും എന്നും ചെയ്യുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സഹീഹായ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഹദീസിൽ, അഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ അദ്വമുഹ, എന്നെന്നും ചെയ്യുന്ന, ദായിമായി ചെയ്യുന്ന അമലുകളാണ്. വൈൻ ഖല്ല, അത് കുറച്ചാണെങ്കിലും. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കുറച്ചാണെങ്കിലും അത് എന്നും നിർവഹിക്കുക, അത് ദായിമായി ചെയ്യുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്നാണ്. അപ്പം നമുക്ക് താല്പര്യമുണ്ടാകണം, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ബോധമുണ്ടാകണം. നാം നമ്മുടെ കാര്യങ്ങൾ നിലനിർത്തുന്നു എന്ന ആ ഒരു നിയ്യത്തോടുകൂടി നാം നിലനിർത്തി പോരുകയും ചെയ്യണം. താല്പര്യം എത്ര വേണം? അള്ളാഹു നമ്മോട് പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ
അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്. സാബിഖു, നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരിക, നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാപമോചനം വലിയ കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ വരണം. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, സ്വർഗത്തിലേക്കെത്തണം, സ്വർഗം കിട്ടണം. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ മത്സരിച്ചോടി വരണം. സ്വർഗം എന്നത് അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, അത് ആകാശം ഭൂമി അതുപോലെ വിശാലമാണ്. ആകാശത്തെപ്പോലെ ഭൂമിയെപ്പോലെ വിശാലമായ സ്വർഗത്തിലേക്ക് വരുവീൻ. ആ സ്വർഗം ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. സൂറത്തുൽ ഹദീദ് 21-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് വേഗത്തിൽ വരൂ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരൂ. ആ സ്വർഗം അത് ആകാശഭൂമികളെപ്പോലെ വിശാലമാണ് എന്നാണ്. സ്വർഗത്തിൻ്റെ വിവരണം ഖുർആനിൽ പല സ്ഥലത്തുമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം അവിടെ ലഭിക്കുമെന്നാണ്. നിങ്ങളുടെ മനസ്സിൽ ആരോടും ഒരു വിദ്വേഷമുണ്ടാവില്ല എന്നാണ്. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം കിട്ടുമെന്നാണ്. അങ്ങനെ ഒരു സുഖവാസ ജീവിതത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും കുടുംബത്തിനും മക്കൾക്കും സ്വർഗാവകാശികളായ എല്ലാ ആളുകളുടെയും ഒപ്പമുള്ള ഒരു ജീവിതമാണ് അത്. മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഒക്കെയാണ് സ്വർഗത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് ഓടി വരൂ, ആ സ്വർഗം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കൂ എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നാം അമൽ ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും എന്നാണ്. റമളാനിനെ കുറിച്ച് നാം പറഞ്ഞപ്പോഴേ റമളാൻ ഷഹ്റു സബ്ർ എന്ന് പറഞ്ഞിരുന്നു. ഷഹ്റു സബ്ർ, സബ്റിന്റെ മാസമാണ് റമളാൻ എന്ന്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുർആനിൽ സബർ കൊണ്ടും സലാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്ന് പറഞ്ഞ ആ സബറിന് നാം ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും എന്നർത്ഥം പറയും. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെയാ പറഞ്ഞതും. എന്നാൽ പല മുഫസ്സിരീങ്ങളും ആ സബർ എന്നതിന് സൗമ് എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്, നോമ്പ് എന്ന്. കാരണം നോമ്പിൽ ക്ഷമയുണ്ട്, നോമ്പിൽ സഹനമുണ്ട്. ആ വാക്കിന് ആ അർത്ഥവും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ നമ്മുടെ സഹനവും നമ്മുടെ ക്ഷമയും നമ്മുടെ അച്ചടക്കവും എല്ലാം ഉൾക്കൊള്ളുന്ന ആ നോമ്പ് എന്ന ആരാധന അത് മുന്നോട്ടുള്ള ജീവിതത്തിന് നമ്മെ സഹായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറയുന്നത് ആരെയും കാണിക്കാനല്ല, ആരുടെയും തൃപ്തിക്ക് വേണ്ടിയല്ല മനുഷ്യരുടെ, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹു മാത്രമാണ് ഇത് കാണുന്നവൻ എന്ന സാഹചര്യത്തിൽ നാം ചെയ്തിട്ടുള്ള ഇബാദത്താണ് നോമ്പ്. ആരും കാണാനില്ലെങ്കിലും നാം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇഖ്ലാസോട് കൂടിയാണ് നോമ്പ് അവസാനിപ്പിക്കുന്നത്. ആ ഗുണവും നമ്മിൽ നിലനിൽക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين. اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നോമ്പ് അവസാനിച്ചു, നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തി. രണ്ട് വിഷയങ്ങൾ ഈ വരുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിലൊന്ന് നാടും നഗരവും ഗ്രാമവും പട്ടണവും വീടും അയൽപ്പക്കവുമൊക്കെ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയുന്നത്, നമ്മൾ വായിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഒക്കെ തെരഞ്ഞെടുപ്പാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാജ്യത്തുള്ള വോട്ടർമാരാണ്. ആ നിലയിൽ ഗൗരവപൂർവ്വം ശ്രദ്ധയോടുകൂടി
കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. നമ്മളാരും അരാഷ്ട്രീയവാദികളായി മാറേണ്ടതില്ല. ആര് ഭരിച്ചാലും കണക്കല്ലേ എന്ന് ചോദിച്ചു മാറി നിൽക്കേണ്ടതുമല്ല. ജനാധിപത്യത്തിന് വില കൽപ്പിക്കുന്ന, മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാപരമായി ഉള്ള അവകാശങ്ങൾ നൽകുന്ന ആളുകൾ, പാർട്ടികൾ ജയിച്ചു വരണം. അത് ഓരോരുത്തർക്കും അന്വേഷിച്ചു മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് പറയാനുള്ളത് അതിനേക്കാളേറെ, റമദാൻ കഴിഞ്ഞ ഉടനെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരേ നാട്ടുകാരായിരിക്കും, ഒരേ വീട്ടിലുള്ളവരുമായിരിക്കും, അയൽവാസികളായിരിക്കും, കുടുംബക്കാരായിരിക്കും. ഈ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന സൗഹൃദം, കുടുംബബന്ധം, അയൽപ്പക്കം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് നടത്തേണ്ടത്. കളവ് പറയാൻ പാടില്ല, അതുപോലെ തന്നെ പരദൂഷണം പാടില്ല, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് വായകൊണ്ട് മാത്രമല്ല, നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് വ്യാജ ഐഡിയകൾ ഉണ്ടാക്കി ആളുകളെ മോശമാക്കുന്ന പ്രവർത്തനം അതും കുറ്റകരം തന്നെയാണ്. അത് ഗീബത്തിന്റെ എത്രയോ ഇരട്ടി കുറ്റമുണ്ടാകും. കാരണം ഒരാളോടൊരു ഇല്ലാത്തത് പറഞ്ഞാൽ അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട അയാളോട് പോയി പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോഴും നമ്മൾ ഒരൊറ്റ ഫോർവേഡ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് മെസ്സേജുകൾ പോകുന്നത്. അതുകൊണ്ട് അത് അയച്ചയാൾ അയാൾക്ക് തെറ്റുപറ്റിയെന്ന് പിന്നെ ഒരു മെസ്സേജ് അയച്ചാലും അത് പ്രചരിച്ച സ്ഥലത്ത് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാകുന്ന സന്ദർഭങ്ങളിൽ പലർക്കും ഹലാലും ഹറാമും ഉണ്ടാവാറില്ല. നമസ്കാരം പോലും കൃത്യസമയത്ത് നമസ്കരിക്കാറില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ വിട്ടുനിൽക്കണമെന്ന ബോധവും ഉണ്ടാവുന്നില്ല. അതൊക്കെ തന്നെ നമുക്ക് ഉപദ്രവപരമായി തീരും, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുവാൻ കാരണവുമാകും. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു പ്രവർത്തനം എന്ന നിലക്ക് വളരെ മാന്യമായി ആയിരിക്കണം തെരഞ്ഞെടുപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ വരികയാണ്. പല ആളുകൾക്കും, ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കുമൊക്കെ വെക്കേഷൻ വരികയാണ്. വെക്കേഷൻ എന്താ? ഒരു ഒഴിവുകാലം. ഒഴിവുകാലം എന്തിനാ? കുറേ കാലം തുടർച്ചയായി ജോലി ചെയ്ത ആളുകൾക്ക് ഇടയ്ക്ക് ഒരു വിശ്രമമാണത്. ഇപ്പോൾ ആഴ്ചയിൽ നൽകുന്ന ലീവ് അല്ലെ മാസത്തിൽ നൽകുന്ന ലീവ്, അതുപോലെ വാർഷികമായ വരുന്ന ഈ ഒഴിവ് വിശ്രമകാലം തന്നെയാണ്. പലർക്കും അത് കഴിഞ്ഞിട്ടുള്ള കാലത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. ഇപ്പോൾ അധ്യാപകർക്കും തൊഴിലാളികൾക്കും ഒക്കെയുള്ള ഒരുപാട് ട്രെയിനിങ് വരിക ഈ വെക്കേഷൻ കാലത്താണ്. ഈ സമയം നമ്മൾ എന്തിനുപയോഗപ്പെടുത്തുന്നു അതും നോക്കേണ്ടതാണ്. ഒരു ഹദീസിലുണ്ട്, അധികം ആളുകളും പരാജയപ്പെടുന്ന, അവർക്ക് നഷ്ടം സംഭവിക്കുന്ന 2 അനുഗ്രഹങ്ങളുണ്ടെന്ന. അത് അസ്ഹത്തു വൽ ഫറാഉ, ആരോഗ്യവും ഒഴിവു നേരവും. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ രോഗത്തെക്കുറിച്ച് ആലോചിക്കൂല. ഞാൻ ആരോഗ്യവാനല്ലേ, എനിക്കെന്താ? ആ ആരോഗ്യം മുഴുവനും എന്നിട്ട് നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇവൻ നഷ്ടപ്പെട്ടവനാ. ആരോഗ്യമുള്ള സമയം എന്തെല്ലാം നല്ല കാര്യം ചെയ്യാമായിരുന്നു. അവനും അവൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും പാവങ്ങൾക്കും രോഗികൾക്കും ഒക്കെ എന്തെല്ലാം ചെയ്യാമായിരുന്നു. ആരോഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ രോഗം പിടിപെടുന്ന സമയത്താണ് ആലോചിക്കുക, എനിക്കിപ്പോൾ അസുഖമായല്ലോ, സുഖമായിരുന്ന കാലത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതേപോലെ അടുത്ത കാര്യം വൽ ഫറാഉ, ഒഴിവു സമയം, വെക്കേഷൻ, ലീവ് പീരീഡ്. ഒഴിവു സമയം എന്നത് അധികം ആളുകൾക്കും നഷ്ടമാണെന്ന്. എന്താ? അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട്. നിങ്ങളുടെ തൊഴിലിനാണ് വെക്കേഷനെങ്കിൽ, ക്ലാസ്സുകൾക്കാണ് വെക്കേഷനെങ്കിൽ, ആ വെക്കേഷൻ ലീവ് കാലം നിങ്ങൾക്ക് വേറെ ചിലതിന് ഉപയോഗപ്പെടുത്താമല്ലോ. മക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളായ നമ്മൾ ഈ സമയത്ത് അവർക്ക് ആനന്ദകരമായ നിലക്ക് അനുഭവിക്കുവാനും അതുപോലെ ആസ്വദിക്കുവാനും പറ്റിയ വിധത്തിൽ നല്ല കാര്യങ്ങൾ ലഭിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വെക്കേഷൻ കാലത്ത് നാം നൽകുന്ന മോറൽ ക്ലാസ്സുകൾ, ഇസ്ലാമിക് സ്കൂളുകൾ, അല്ലെങ്കിൽ വെക്കേഷൻ മദ്രസകൾ എന്നൊക്കെ പറയുന്നത്. എല്ലാ നാട്ടിലും എല്ലാ മഹല്ലിലും ഉണ്ടാകും അങ്ങനെ ചില ക്രമീകരണങ്ങൾ. മദ്രസകളോ
മുസ്ലിം മതസംഘടനകളോ സ്ഥാപനങ്ങളോ നടത്തുന്ന ചില പരിപാടി, ഒരാഴ്ചയാവാം, 10 ദിവസമാവാം, 2 ആഴ്ചയാവാം, എത്ര ദിവസമാവട്ടെ, നമ്മുടെ മക്കളെ അവിടെ ചേർത്തി കൊടുത്താൽ ഒരു ദിവസം 2, 3, 4 മണിക്കൂർ സമയം അവർ ദീൻ പഠിക്കട്ടെ. അവരെ കുറ്റം പറഞ്ഞുകൂടാ. കാരണം എന്താണെന്നറിയാം, അവർക്ക് സമയമുണ്ടായിരുന്നില്ല. രാവിലെ മുതൽക്ക് സ്കൂളിലേക്കുള്ള യാത്രയാണ്, വൈകുന്നേരം വന്ന ട്യൂഷനാണ്, എല്ലാ ദിവസവും അവരവരുടെ പഠനത്തിലാണ്. ഒരു വലിയ നിലക്കാണ് അവർ അധ്വാനിക്കുന്നത് മക്കൾ. അവർക്ക് ഇപ്പം ഖുർആൻ ഓതാൻ അറിയോ, നമസ്കരിക്കാൻ അറിയോ, വുളു എടുക്കാൻ അറിയോ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയുമോ എന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾ ഹൈസ്കൂളിലെത്തിയിട്ടുണ്ടാകും, കോളേജിലെത്തിയിട്ടുണ്ടാകും, ഇതൊന്നും ഉണ്ടാവില്ല. നമുക്കൊക്കെ അറിയാം, ഒരു 40 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള ആളുകൾക്ക്, അതിന് മുകളിലോട്ടുള്ളവർക്ക്, അവർക്ക് ഖുർആൻ ഓതാൻ അറിയാം, അവർ മദ്രസയിൽ പോയിരുന്നു, അവർക്ക് നിസ്കരിക്കാൻ അറിയാം, അവർക്ക് വുളു അറിയാം, അവർക്ക് ദീനിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ അറിയാം. കാരണം അവർ മദ്രസയിൽ പോയി ചൊല്ലി പഠിച്ചതാണ്. നമ്മുടെ മക്കൾക്ക് അതിൻ്റെ പലർക്കും അവസരമില്ല. ഈ കുഞ്ഞുങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ പഠിച്ചവനെ, എൻ്റെ രക്ഷിതാക്കൾ ഇതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നത് പഠിക്കാനുള്ള അവസരങ്ങളിൽ കൊണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മെക്കുറിച്ച് പരാതി പറഞ്ഞാൽ നമ്മളാണ് കഷ്ടപ്പെടുക. മക്കളാണ് നമ്മുടെ വലിയ സ്വത്ത്. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഇപ്പം 70, 80 വയസ്സായി ചില രക്ഷിതാക്കൾ പണിയെടുക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്, ഇവർക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറക്ക് വേണ്ടിയാണ്. കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. ഉമ്മമാർ ഉറക്കൊഴിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ അധ്വാനിക്കുന്ന രക്ഷിതാക്കൾ അധ്വാനിക്കുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ദുനിയാവിലേക്കാണ്. ആഖിറത്തിലേക്ക് വേണ്ടി എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ, സ്വർഗത്തിലെത്താൻ ഞാൻ എന്ത് ചെലവഴിച്ചു, ഞാൻ എന്ത് പ്രവർത്തനം ചെയ്തു, ഞാൻ അവർക്ക് എന്ത് ഉപദേശം നൽകി, ഏത് മാർഗത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോഴാണ് നമുക്ക് മക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളിത് ചെയ്തത് എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. മക്കൾ പിന്നെ എന്താകുമെന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരാൾ വലുതായി, അയാൾ സ്വന്തം ചിന്തിക്കാനായി അവരുടെ വഴിക്ക് പോകും. പക്ഷെ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ, അതിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ, അവർക്കാവശ്യമായ സഹായം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, മക്കളോട് ചെയ്യാനുള്ള ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണം, എന്നിട്ട് ഈ വെക്കേഷൻ കാലത്തുള്ള അവരുടെ ജീവിതം ഫലപ്രദമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഹലാലായ വിനോദങ്ങൾ, ആസ്വാദനങ്ങൾ, അതൊക്കെ അതോടൊപ്പം നമ്മൾ അവർക്ക് നൽകുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാവിധ ക്ലേശങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണമേ. ഇസ്ലാമും മുസ്ലിം ലോകത്തും വന്നുപെട്ടിട്ടുള്ള പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, കെടുതികൾ എത്രയും പെട്ടെന്ന് തീർത്തു തരണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.